ഹായ് എവരി വൺ, ലെറ്റ് us know them എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്ന കഴിഞ്ഞ 50-ൽ പരം വർഷങ്ങളായി ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സുവിശേഷത്തിൻ്റെ സിംഹഗർജനമായി നിലകൊള്ളുന്ന ഒരു സുവിശേഷകൻ, ദൈവവചനം പഠിപ്പിച്ച് അനേകരെ പ്രബുദ്ധരാക്കി സുവിശേഷത്തിൻ്റെ വയലിൽ അയച്ച ഒരു നല്ല അധ്യാപകൻ, അനേക ഈടുറ്റ ഗ്രന്ഥങ്ങൾ ക്രൈസ്തവ ലോകത്തിന് നൽകിയ നല്ലൊരു എഴുത്തുകാരൻ, അതിനപ്പുറത്ത് ദൈവസ്നേഹത്തിൻ്റെയും താഴ്മയുടെയും മുഖമുദ്രയായി എന്ന് നിലകൊണ്ടിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ കോശി വൈദ്യനാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കടന്നുപോയ ജീവിതത്തിൽ അനുഭവിച്ച ദൈവിക സാന്നിധ്യവും ജീവിതത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അത് കേൾക്കുമ്പോൾ തീർച്ചയായും അത് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പാസ്റ്റർ കോശി വൈദ്യന് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നത് വളരെ നന്ദി. ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. താങ്ക് യു. ആദ്യത്തെ ചോദ്യം എനിക്ക് പാസ്റ്റർ കോശി വൈദ്യനോട് ചോദിക്കാനുള്ളത്, ഒരു പടർന്നു പന്തലിച്ചൊരു വൃക്ഷമാണ് തേവലക്കര വൈദ്യർ കുടുംബം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച അനേകരുള്ളൊരു കുടുംബം, പ്രത്യേകിച്ചും ആധ്യാത്മിക രംഗങ്ങളിൽ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച അനേകരുണ്ട്. എന്നാൽ നന്നേ ചെറുപ്രായത്തിൽ വ്യത്യസ്തമായൊരു പാത തിരഞ്ഞെടുത്ത് ഒരാളാണ് പാസ്റ്റർ കോശി വൈദ്യൻ. എങ്ങനെയായിരുന്നു ആ യാത്ര തുടങ്ങിയത്? എന്നെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് മുൻപായിട്ട് പ്രിയ സ്നേഹിതൻ ഐസക്കിൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനും എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും നിങ്ങളെ എല്ലാവരെയും യേശു കർത്താവിൻ്റെ മധുരമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ എന്നോട് ആദ്യമായി ചോദിച്ചതുപോലെ വളരെ പ്രശസ്തമായ തേവലക്കര വൈദ്യ കുടുംബത്തിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന്, ആ ദൈവസ്നേഹത്തിന് എന്നെ തന്നെ സമർപ്പിച്ച് കർത്തൃവേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള ഒരവസരം ദൈവം തൻ്റെ മഹാകരുണയാൽ, പാരമ്പര്യം കൊണ്ടല്ല, കർത്താവിൻ്റെ മഹാകരുണയാൽ എനിക്ക് നൽകി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതല്ല, ഞാൻ ആഗ്രഹിച്ചതല്ല. ഞാൻ വെറുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അവിടെ വെച്ച് എനിക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മാർഗം എന്താണെന്ന് തിരിച്ചറിയാനൊരു ഭാഗ്യം ലഭിച്ചു. ഒരു പ്രസംഗം, ദൈവാത്മ നിറവിൽ ദൈവദാസൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എൻ്റെ കണ്ണിന് മുൻപിൽ വരച്ച് കാണിച്ചപ്പോൾ എന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കാൻ അവിടെ ഒരു പാരമ്പര്യ ശക്തികളും ഉണ്ടായിരുന്നില്ല, ഒരു പൗരോഹിത്യ ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വതന്ത്രമായ വികായസിൽ കർത്താവിൻ്റെ സുവിശേഷവുമായി കടന്നു പോകുന്നതിന് എന്നെ തന്നെ സമർപ്പിക്കാൻ കൊച്ചു പ്രായത്തിൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതും വളരെ ചെറുപ്രായത്തിൽ, 14-ാമത്തെ വയസ്സിലായിരുന്നു. അങ്ങനെ ആ ഒരു ചെറുപ്രായത്തിൽ ആ ഒരു അതിനു മുൻപ് എൻ്റെ ആത്മീയ പശ്ചാത്തലമെന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ തേവലക്കര വലിയ പള്ളിയുടെ, അതായത് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പശ്ചാത്തലമാണ്. കൊച്ചു പ്രായത്തിൽ തന്നെ മദ്ബഹയ്ക്കകത്ത് ശുശ്രൂഷ ഗ്രൗണ്ട് ഇട്ടുകൊണ്ട് അച്ഛന്മാരോട് ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്ന് കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്ന ഡോക്ടർ മാത്യൂസ് മാർ കുറിലോസ് തിരുമേനി അവരുകൾ എന്നെ ഒത്തിരി സ്നേഹിച്ചു. എൻ്റെ 10-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞു, തേവലക്കര വൈദ്യ കുടുംബത്തിൽ അച്ഛന്മാരും കോറപ്പിസ്കോപ്പന്മാരും ഒത്തിരിയുണ്ട്, ഇതുവരെ തിരുമേനിമാരുണ്ടായിട്ടില്ല. അതുകൊണ്ട് മോനെ, നീ വിവാഹം കഴിക്കരുത്. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കോറപ്പിസ്കോപ്പ സ്ഥാനത്ത് നിൽക്കേണ്ടി വരും. എപ്പിസ്കോപ്പയായിട്ട് തിരുമേനിയായിട്ട് മാറാൻ പറ്റില്ല. അതുകൊണ്ട് നീ വിവാഹം കഴിക്കാതെ ദേറായിൽ പഠിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം എന്ന് എന്നോട് 10-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു,
അച്ഛനപ്പച്ച തിരുമേനി എനിക്ക് അത് തന്നെ ആഗ്രഹം. അങ്ങനെ അത്ര മാത്രം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ ആരാധനക്രമങ്ങളിലും വളരെ ശുഷ്കാന്തിയുള്ളവനായിട്ട് ഞാനായിരുന്നു. ആ ഒരു വിധത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എന്നാൽ എൻ്റെ ആ ടൈമിൽ 12-13 വയസ്സിൽ ഞങ്ങളുടെ വലിയ പള്ളിയുടെ ഭിത്തിക്ക് ഒരു പൊട്ടലുണ്ടായിട്ട്, അത് പറയുന്ന 8-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ആരംഭിച്ച പള്ളിയാണെന്നാണ്. അതിന് പൊട്ടലുണ്ടായിട്ട് ഞങ്ങൾക്ക് ആ പള്ളിയിൽ നിന്ന് കുറച്ച് വടക്ക് മാറി മൈനാഗപ്പള്ളിയോട് ചേർന്നുള്ള ആ സ്ഥലത്ത് ഒരു ചാപ്പലിലേക്ക് ആരാധന മാറി. ആ ആരാധനാ സമയത്ത് ഞങ്ങളുടെ മദ്ബഹായ്ക്കകത്ത് കാസായും പിലാസായും ഉയർത്തുന്ന സമയത്ത് വലിയ മണിയടിയുടെ ശബ്ദമുണ്ട്. ആ ശബ്ദം മുഴങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കൊച്ചു ഹോളിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് തടസ്സമായിട്ട്, ആ മണിയടി തടസ്സമായി തോന്നിയിട്ട് പലപ്പോഴും അവർ ആ മണിയടി തീരുന്നിടം വരെ ഹല്ലേലൂയ 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 എന്ന് ഇങ്ങനെ ആർത്തുകൊണ്ടിരിക്കും. അത് എനിക്ക് ഒത്തിരി വിഷമമുണ്ടാക്കി. അല്ലേലും വയ്യാന്ന് എനിക്ക് തോന്നും. അങ്ങനെ അവരുമായിട്ട് എനിക്ക് വൈരാഗ്യമുണ്ടായി. ആ കൊച്ചു ഹോളിൽ ആരാധിച്ചുകൊണ്ടിരുന്ന സിലോൺ പെന്തക്കോസ് മിഷനിലെ ആരാധകരോട് എനിക്ക് വൈരാഗ്യമുണ്ടായി. എങ്ങനെയെങ്കിലും അവരെ തീർക്കണം, നശിപ്പിക്കണം എന്നൊക്കെയുള്ള അരുതാത്ത ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ കല്ലെറിഞ്ഞാലും ചാണകം എറിഞ്ഞാലും ആ കൂട്ടരെ തകർക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട് അവരുടെ ഉപദേശം പഠിച്ച് അവർക്കെതിരെ പ്രസംഗിക്കണം, ഞാൻ തിരുമേനിയാകും, അന്ന് ഈ സിലോൺ പെന്തിക്കോസുകാരെയും ഈ പെന്തിക്കോസുകാരെയും എല്ലാം എൻ്റെ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്ന ചിന്തയോടുകൂടി എൻ്റെ SSLC നേരത്തെ തന്നെ മറ്റു പലരെക്കാളും വേഗത്തിൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. കാരണം എൻ്റെ പ്രായത്തിന് 1 വർഷം കൂട്ടിയാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. എനിക്ക് 2-ാം ക്ലാസ്സിൽ നിന്ന് 4-ാം ക്ലാസ്സിലേക്ക് ഡബിൾ പ്രൊമോഷൻ ലഭിച്ചു. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ SSLC കഴിഞ്ഞിട്ട് ഞാൻ പെന്തിക്കോസുകാരുടെ സെമിനാരിയിൽ പഠിക്കാനായിട്ട് പോയി. അവിടെ വെച്ചാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മനോഹരമായ സന്ദേശം പാസ്റ്റർ PM ഫിലിപ്പ് എന്ന് അറിയപ്പെടുന്ന അന്നത്തെ സുവിശേഷത്തിൻ്റെ ഭയങ്കര ശബ്ദമായിരുന്ന ആ ദൈവദാസൻ ആത്മനിറവിൽ എബ്രായ ലേഖനം 1 മുതൽ 13 വരെ അധ്യായം പഠിപ്പിച്ച് 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ച ക്രിസ്തു എന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അങ്ങ് ദൂരെ കാൽവറിയിൽ ആ പച്ച പൈൻമര ക്രൂശിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്ത് രോമമെല്ലാം പറിക്കപ്പെട്ടവനായി, രക്തധാരിയായി കിടക്കുന്ന ദൈവപുത്രനെ ഉയർത്തി നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടിയാണ്, ഇത് മനുഷ്യവർഗത്തിന് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം തൻ്റെ മഹാകരുണയിൽ തൻ്റെ പുത്രനെ ആദരിയാതെ ഏൽപ്പിച്ചു തന്നതാണ്. ആ ക്രിസ്തു അദ്ദേഹം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? പാളയത്തിന് പുറത്ത് നിന്ന് വഹിച്ച, കഷ്ടത അനുഭവിച്ച, നിനക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പോകാൻ ആരുണ്ട്? ആ വിളിയുടെ മുമ്പിൽ ഞാൻ നിലത്ത് വീണു, ഞാൻ സമർപ്പിച്ചു, ഞാൻ ദൈവവേദലായി. അങ്ങനെയാണ് ഞാൻ ഈ അനുഭവത്തിലേക്ക് വരുന്നത്. അന്നേരം വീട്ടിലുള്ള ട്രഡീഷണലി ഒരു ഓർത്തഡോക്സ് ഫാമിലി തീർച്ചയായിട്ടും അവർക്കതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലായിരുന്നു. എങ്ങനെയായിരുന്നു ആ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം? ആ രാത്രി ഞാനൊരു പുതിയ സൃഷ്ടിയായി, ഞാൻ ദൈവവേദലായി. പാരമ്പര്യമല്ല ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം. കാൽവരി ക്രൂസിൽ ക്രിസ്തുവിൻ്റെ ദർശനം നമ്മുടെ അകത്തുണ്ടാക്കുന്ന പരിവർത്തനമാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആരംഭം എന്നെനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പാരമ്പര്യത്തോട് ഉള്ള എൻ്റെ ആ പ്രേമം നിന്നു. എനിക്ക് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു. മറ്റെന്തിനേക്കാളും എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ ഉള്ള ആഗ്രഹം എനിക്കുണ്ടായതുകൊണ്ട് പാരമ്പര്യത്തെ ഞാൻ ഭയപ്പെട്ടില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. ഞാൻ ഓർത്തഡോക്സ് സമൂഹത്തിൽ നിന്ന് എൻ്റെ കൊച്ചു പ്രായത്തിൽ പെന്തിക്കോസ് സെമിനാരിയിൽ പോകാൻ അവർ എന്നെ അനുവദിച്ചതിൻ്റെ കാരണം ഞാൻ പെന്തിക്കോസുകാരെ തകർക്കാനുണ്ടായ ഒരവതാരമാണെന്ന് കഴിഞ്ഞ 2 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് അറിയാമായിരുന്നു.
അതുപോലെ പെന്തിക്കോസുകാരെ ആ കൊച്ചു പ്രായത്തിൽ ഞാൻ ഉപദ്രവിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനായി പെന്തിക്കോസ് അനുഭവത്തിലേക്ക് മാറുകയാണെന്നറിഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ വെച്ചേക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരാരും അറിയാതെയാണ് ഞാൻ സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ടത് ആരോടും പറയാതെയാണ്. പക്ഷേ സ്നാനപ്പെട്ട് കയറിയപ്പോൾ ഇല്ലേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു ഷണ്ണനെക്കുറിച്ച് പറയുന്നുണ്ട്. പള്ളിയിൽ പോയി അവിടുത്തെ പെരുന്നാളും ആഘോഷവും എല്ലാം കണ്ടു. പക്ഷെ അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അനേകം മൈലുകൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്ന ആ പ്രഗത്ഭനായ മനുഷ്യന്, എത്യോപ്യ മഹാരാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന മനുഷ്യന് ഇത്രയും യാത്ര ചെയ്തു വന്നിട്ടും മനസ്സിന് തൃപ്തി വരാഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് ഒരു പുസ്തകം വാങ്ങി. ആ പുസ്തകം വായിച്ചുകൊണ്ടാണ് പോയത്. വായിച്ചു പോകുന്ന മധ്യത്തിൽ ആത്മനിവേശിതനായിട്ട് ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു ഉപദേശി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം വായിക്കുന്ന ഭാഗത്തു നിന്ന് മശികായെക്കുറിച്ചുള്ള സന്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പം ദാണ്ട വെള്ളം, സ്നാനമേൽക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉപദേശി പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് വിശ്വസിക്കുന്നെങ്കിലാകാം. അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ സ്നാനപ്പെട്ട് കയറിയപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പോയി എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ സ്നാനപ്പെട്ട് കയറിയപ്പം ആരും അറിയാതെ സ്നാനപ്പെട്ടെങ്കിലും ഭയങ്കര സന്തോഷത്തോടെയാണ് സ്നാനകലത്തിൽ നിന്ന് പുറത്തു വന്നേ. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി, ഈ സന്തോഷം നിൻ്റെ അപ്പനോട് പറയുന്നില്ല, പിന്നെ ആരോട് പറയാനുള്ളതാണ്. ഭയമെല്ലാം മാറി ഞാൻ നേരെ തേവലക്കരയ്ക്ക് പോയി എൻ്റെ പിതാവിനോടത് പങ്കുവച്ചു. ബാക്കി കാര്യം ഞാൻ പറയാൻ ഇപ്പോഴാഗ്രഹിക്കുന്നില്ല. എന്നെ ശരിക്കും എൻ്റെ അപ്പൻ ഉപദ്രവിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം എന്നെ 14-ാമത്തെ വയസ്സിൽ ഇറക്കി വിട്ടു. കാരണം അവൻ ചാവത്തില്ലെന്ന് തോന്നി, കൊല്ലാൻ പറ്റില്ലെന്ന് തോന്നി. അതുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് കോട്ടയത്ത് പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ അടുക്കൽ വന്നത്. 67, 68, 69 ഈ 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. അദ്ദേഹം പോയിടങ്ങളിലെല്ലാം അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അദ്ദേഹം പ്രസംഗിച്ച എല്ലാ സ്റ്റേജുകളിലും ഒന്നുകിൽ സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എടുത്തു പറയാൻ എന്നെ ഉപയോഗിച്ചു. അങ്ങനെ എൻ്റെ കൊച്ചു പ്രായത്തിൽ ഒരു അറിയപ്പെടുന്ന പ്രസംഗിയായിട്ട് മാറാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ആദ്യത്തെ പ്രസംഗം പാസ്റ്റർ PM ഫിലിപ്പ് ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിനടുത്ത് IPCയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ പ്രസംഗിക്കേണ്ട പ്രസംഗം അദ്ദേഹത്തിന് പകരം എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അദ്ദേഹം പുറകിലിരുന്നു. ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അദ്ദേഹം ഓൾട്ടർ കോൾ നടത്തി. പലരും മുന്നോട്ട് കടന്നു വന്ന് രക്ഷയുടെ അനുഭവത്തിലേക്കും സ്നാനത്തിലേക്കും നയിക്കപ്പെട്ടു. 1967 തീർന്ന് 68 കിടക്കുമ്പോഴാണ്. അതിനുശേഷം എങ്ങനെ വിദ്യാഭ്യാസത്തിന് പിന്നെയും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1970 ആരംഭത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ സദൻ ഏഷ്യ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ക്ലാസ്മേറ്റായിട്ട് എൻ്റെ റൂംമേറ്റായിട്ട് എനിക്ക് പാസ്റ്റർ D. മോഹൻ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ചെന്നൈയിലെ പാസ്റ്റർ D. മോഹൻ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇന്ത്യയിലെ സൂപ്രണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു, എൻ്റെ റൂംമേറ്റായിരുന്നു. 2 വർഷം ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിൽ സേവാൻ നഗർ എന്ന് പറയുന്ന ചർച്ചിൻ്റെ പാസ്റ്റേഴ്സായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശുശ്രൂഷിച്ചു. അതിനുശേഷം US അത് കഴിഞ്ഞ് ഞാൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് എൻ്റെ ആ ഭാഗത്തുള്ള ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ കൂട്ടുകാരെ ഉൾപ്പെടുത്തി മിസോറാമിൽ നിന്ന് ലലങ്സാവയും മണിപ്പൂരിൽ നിന്ന് തോംലിനും നാഗാലാൻഡിൽ നിന്ന് ലലങ്സാവയും ഞങ്ങൾ കിക്കോനും അങ്ങനെ ഞങ്ങൾ 3 പേര് ചേർന്ന് 1 വർഷം അവിടെ
ഇവാഞ്ചലിസ്റ്റായിട്ട് എല്ലായിടങ്ങളിലും പോയി പ്രസംഗിച്ചു. പലയിടങ്ങളിലും സഭകൾ സ്ഥാപിക്കാൻ അന്ന് ദൈവം കൃപ നൽകും. ഞാൻ പ്രസംഗിക്കും, ഇവർ ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ സ്റ്റേറ്റിൽ അവരോരോ തർജ്ജമ ചെയ്യും. അങ്ങനെ ഒരു ശുശ്രൂഷിക്കാൻ ആ സമയത്ത് 74 ആ ടൈമിൽ ഭാഗ്യം ലഭിച്ചു. അത് കഴിഞ്ഞ് പാസ്റ്റർ പി ഡി ജോൺസൺ എന്നെ കേരളത്തിലേക്ക് വരണം എന്ന് നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ 74 ആദ്യം തൊട്ട് 79 വരെ ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഇവാഞ്ചലിസ്റ്റായിട്ട് ഞാൻ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് US. എന്നാൽ ഈ ടൈമിൽ ചില വർഷങ്ങൾ പാസ്റ്റർ KC ജോൺ എൻ്റെ സ്നേഹിതനോട് ചേർന്ന് തിരുവല്ലയിൽ നെടുംപുറത്ത് ഗോസ്പൽ സെൻറ്ററിൽ ഒരു ബൈബിൾ സ്കൂള് ഞങ്ങൾ നടത്തി. അതേ ടൈമിൽ ഞാൻ മാവേലിക്കര വഴിപാടിയിൽ പാസ്റ്റർ PJ ഡാനിയൽ എന്ന ദേവദാസൻ്റെ പേരിലുണ്ടായിരുന്ന ബൈബിൾ കോളേജിലും ഞാൻ പഠിപ്പിച്ചു. 77-78 സന്ദർഭങ്ങളിൽ വിസിറ്റിംഗ് ആഴ്ചയിൽ ഒരു ദിവസം വീതം ബഥേൽ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. 79 തൊട്ട് ഞാൻ അവിടുത്തെ സ്ഥിരം താമസിച്ചുകൊണ്ട് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം ശുശ്രൂഷയിൽ വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. അനേക നാടുകൾ, അനേക രാജ്യങ്ങളിൽ പോയി, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ പോയി സംസാരിച്ചു, കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായി. എന്നാൽ ആ കാലങ്ങളൊക്കെ ഒത്തിരി മുന്നോട്ട് പോയപ്പോഴും നമ്മുടെ പഴയ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അത് നമ്മുടെ സഭായോഗത്തിനാണെങ്കിലും ഏത് കൂടിവരവിനാണെങ്കിലും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നു. കാരണം ദൈവവചനത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു വിശ്വാസമാണ് കർത്താവ് വീണ്ടും വരുമെന്ന്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിനെപ്പറ്റി പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. ഞാനതിനെപ്പറ്റി ഒത്തിരി റിസർച്ച് ചെയ്ത് പലരോടും സംസാരിച്ചു. അന്നേരം എനിക്ക് കേട്ട മറുപടി വളരെ ഷോക്കിംഗ് ആയിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത്, ഇന്ന് പ്രസംഗിക്കുന്ന പലരും അത് വിശ്വസിക്കുന്നില്ല, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. എന്നാൽ പാസ്റ്റർ കോശിവൈദ്യൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, എൻ്റെ തലമുറയിൽ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന. അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ കർത്താവിൻ്റെ മടങ്ങിവരവാണ്. നമ്മളിവിടെ അന്യരാണ്, നമ്മളിവിടെ പരദേശികളാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് വരുമെന്നും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപരാക്കുമെന്നും അവൻ നമുക്കായിട്ട് ഉണ്ടാക്കുന്ന ആ മനോഹര പാർപ്പിടത്തിൽ അവൻ്റെ കൂടെ നമ്മെ പാർപ്പിക്കുമെന്നും ഉള്ള ആ പ്രത്യാശ കൊണ്ടല്ലേ നമ്മൾ ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയത്. അത് നമ്മുടെ അകത്ത് വരണമെങ്കിൽ കർത്താവ് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തിരുനക്കര നിന്ന് ബോട്ട് കയറി ആലപ്പുഴയ്ക്ക് പോകുമ്പം ഏതാണ്ട് ഒരു 3-4 മൈൽ കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, വൈദ്യരെ ഇന്ന് നീയാ പ്രസംഗിക്കുന്നത്. അത് കേട്ട് ഞാൻ അന്താളിച്ചു പോയി, എന്ത് പ്രസംഗിക്കണമെന്ന്. എന്നാൽ ഞാൻ അന്ന് രാത്രി പ്രസംഗിക്കുമ്പോഴേണ്ട 1.5 മണിക്കൂറിൽ അധികം പ്രസംഗിച്ചു. എന്തൊക്കെയാണ് പ്രസംഗിച്ചതെന്ന് ഇന്നെനിക്ക് ഓർമ്മയില്ല, ടെക്സ്റ്റ് ഓർമ്മയുണ്ട്. അതിനു മുൻപ് പാസ്റ്റർ PM ഫിലിപ്പ് പ്രസംഗിക്കുമ്പം എന്നെ കർത്താവിങ്കലേക്ക് നയിച്ച ആ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമായിരുന്നു. ആ 13-ാം വാക്യം എടുത്തിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു, സ്വർഗത്തിലേക്ക് പോയി, ഇനിയും വരും എന്നുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോഴാ സ്വർഗത്തിലേക്ക് പോയ കാര്യം, കർത്താവ് ഇവിടേക്ക് വന്ന കാര്യം ഞാൻ പ്രസംഗിച്ചു, ഉയരത്തിലേക്ക് പോയ കാര്യം ഞാൻ പ്രസംഗിച്ചു, ഒടുവിൽ ഇനി വരും. ആ പ്രസംഗ മധ്യേ ഞാനൊരു വാചകം പറഞ്ഞു. അതൊട്ടും കരുതിക്കൂട്ടി പറഞ്ഞല്ല, ആ പ്രസംഗത്തിൽ ആത്മപ്രേരണയായി പറഞ്ഞു. ഞാൻ എൻ്റെ കൊച്ചു ഹൃദയത്തിൽ 100% വിശ്വസിക്കുന്നു, എൻ്റെ തലമുറയിൽ എൻ്റെ യേശു മടങ്ങി വരും. എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവദാസന്മാർ അത് വിശ്വസിച്ചിരുന്നു. പൗലോസ് പറഞ്ഞു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിൻ്റെ അടുക്കലേക്ക് പോകും.
പൗലോസ് പറഞ്ഞു, എല്ലാ തലമുറയിലും അതുപോലെ ദൈവജനം വിശ്വസിച്ചു. എന്നാൽ അവരൊക്കെ വിശ്വസിച്ചതിനേക്കാൾ എനിക്കുറപ്പുണ്ട് എൻ്റെ തലമുറയിൽ വരുമെന്ന്. കാരണം നാം ഏറ്റവും ഒടുവിലത്തെ തലമുറയിൽ തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ മരിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സമയമുണ്ട്. കാരണം 65 ലിറ്റർ ഓക്സിജൻ വലിച്ചുകൊണ്ട് കിടക്കുന്ന ആ സന്ദർഭത്തിൽ ചെകുത്താൻ എൻ്റെ തോളെ കയറിയിരുന്നുകൊണ്ട് പറഞ്ഞു, നീ ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചു, നിൻ്റെ തലമുറയിൽ ക്രിസ്തു വരുമെന്ന്. നീ ഇവിടെ തീരാൻ പോവുക. എന്തിയേ? ക്രിസ്തു വന്നില്ല, അത് മിഥ്യ, വരില്ല. എനിക്ക് അന്നേരമുള്ള മുഴി ശക്തി എടുത്തിട്ട് ഞാൻ ആ ചെകുത്താനോട് കാര്യം പറഞ്ഞു, യു ഡർട്ടി ഡെവിൾ, get behind me. You are not going to determine my destiny. It is already destined by the Lord who crushed your head and made your head a chammanti. I know he will come. I know he will come. And I am anxiously waiting for that day. Do you doubt why the preachers are not preaching? Today's trend is preach comfort, cash, Cadillac. That is the desire. That is what people want to hear. എന്നാൽ പൗലോസിന്റെ പ്രസംഗം അതല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, മടങ്ങി വരുന്ന ക്രിസ്തു. മടങ്ങി വരുന്ന ക്രിസ്തുവിനെ പ്രസംഗിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്താ? ജനത്തിന് ആവേശം കൊടുക്കേണ്ടത് ഇവിടുത്തെ കാശും ഇവിടുത്തെ കംഫർട്ടും ഇവിടുത്തെ കാഡിലാക്കും അല്ല. ഇതൊക്കെ നിസാരമാ. നിനക്ക് കാശുണ്ടായിരിക്കാം, നിനക്ക് കംഫർട്ട് ഉണ്ടായിരിക്കാം, പക്ഷെ നൊടി നേരത്തിലേക്ക് മാറിപ്പോകുന്നത്. എന്നാൽ നിത്യമായ ഒന്നുണ്ട്, നിത്യമായ ഒന്നുണ്ട്. അത് നാം പ്രാപിക്കുന്നത് നമ്മുടെ ജീവനുള്ള പ്രത്യാശ നിവർത്തിക്കപ്പെടുന്ന ആ സമയമാണ്. ആ ഓർമ്മയുണ്ടെങ്കിലേ പ്രതിസന്ധികളെ നേരിടാൻ പറ്റൂ. തീർച്ചയായിട്ടും. യോബ് എല്ലാ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പക്ഷെ അവനോട് ചോദിക്കും, എങ്ങനെയാടാ ഇത് സാധിക്കുന്നേ? എനിക്കൊരു കാര്യം അറിയാം, ഈ കഷ്ടതയിൽ ഈ തീച്ചുകളിൽ ഞാൻ തീരാൻ പോവല്ല. എൻ്റെ ദേഹം ക്ഷയിച്ച് ഞാൻ ദേഹരഹിതനായി മാറിക്കഴിഞ്ഞാലും ഞാൻ അവനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണുന്നൊരു ദിവസമുണ്ട്. ആ പ്രത്യാശയെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? അവർക്കതിൽ പ്രത്യാശയില്ല. ദേ ആർ നോട്ട് ബിലീവിങ് ഇറ്റ്. ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ മിനിസ്ട്രി, ദാറ്റ്സ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ്സ് എ പാഷൻ. ഇത് പ്രൊഫഷനായി മാറിയുന്നത്. ശമ്പളം കിട്ടും, കൈ നനയാതെ മീൻ പിടിക്കാം, ഒക്കെയുള്ള മാർഗങ്ങളായി. ക്രിസ്ത്യൻ മിനിസ്ട്രി ഒരു പ്രൊഫഷൻ അല്ല, ഇറ്റ്സ് എ പാഷൻ. എന്ത് വില കൊടുത്തും എന്നെപ്പോലെ മറ്റുള്ളവരെ കൂടെ ദൈവരാജ്യത്തിന് അവകാശികളാക്കണം. ഞാൻ വെറും കൈയായിട്ട് എൻ്റെ കർത്താവിൻ്റെ അടുക്ക് ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു തന്നെങ്കിൽ അവൻ എന്നോട് പറഞ്ഞു, നീ പോയി സകല ജാതികളോട് ഇത് പറയാൻ. ചുമ്മാ പറയാനല്ല, അവരെ ശിഷ്യരാക്കാൻ, കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് ആളുകളെ മാറ്റണം. അതിനു വേണ്ടി പോകാൻ അതിനൊരാവേശം ഉണ്ടാകണം, അതിനൊരു പാഷൻ ഉണ്ടാകണം. കർത്താവ് നമ്മെ സ്നേഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന്. ആ സ്നേഹമാണ് കർത്താവിനെ ക്രൂശിൽ പിടിച്ച് നിർത്തിയത് യഹൂദന്മാരല്ല. കർത്താവിനെ ക്രൂശിൽ ആണിയടിച്ച് നിർത്തിയിട്ടല്ല നിന്നത്. നമ്മളോടുള്ള സ്നേഹമാണ്, നമ്മെ രക്ഷിക്കാനുള്ള അവൻ്റെ സ്നേഹമാണ് അവനെ ക്രൂശിൽ ചേർത്ത് ആണിയടിച്ചത്. നമുക്കും ആ സ്നേഹം വരണം, നമുക്ക് ആ പാഷൻ വരണം. ആ പാഷൻ ഉണ്ടെങ്കിൽ മിനിസ്ട്രി കൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഞങ്ങളൊക്കെ പണ്ടൊക്കെ പ്രസംഗിക്കുമ്പം ഒരു പ്രസംഗം കഴിയുമ്പം 10-25 പേരെയൊക്കെ സ്നാനപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇന്ന് വലിയ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കൺവെൻഷൻ നടത്തും, ഒരെണ്ണം രക്ഷിക്കപ്പെടാറില്ല.
രക്ഷിക്കപ്പെടണമെങ്കിൽ ക്രൂസിനെ കുറിച്ച് പ്രസംഗിക്കണം. രക്ഷിക്കപ്പെടണമെങ്കിൽ പാപബോധം ഉണ്ടാകാൻ പ്രസംഗിക്കണം. രക്ഷിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കണം. രക്ഷിക്കപ്പെടണമെങ്കിൽ നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ടെന്ന് പ്രസംഗിക്കണം. രക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടെയുള്ളത് താൽക്കാലികമാണെന്നും കാണാത്തതാണ് നിത്യമെന്നും പ്രസംഗിക്കണം. ആ പ്രസംഗം ഇല്ലാതെ പോയി. ആ പ്രസംഗം ഇല്ലാതെ പോകാൻ കാരണം പ്രസംഗിക്കുന്നവർക്കും അതിൽ വലിയ വിശ്വാസം ഇല്ലാതെ പോയി. ക്ഷമിക്കൂ, അതാണ് ഇന്നത്തെ സാഹചര്യം. പാസ്റ്റർ, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇടയിൽ വളരെ വ്യക്തമായിട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിവുള്ള അനേകരുണ്ട്. പക്ഷേ പാസ്റ്റർ കോശിവൈദ്യനെ അവരിൽ നിന്നെല്ലാം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ കണ്ടത്, ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ അവരെ ഒരു ലജ്ജയും കൂടാതെ അവരെ എൻകറേജ് ചെയ്യുന്നൊരു സ്വഭാവം പാസ്റ്റർ കോശിവൈദ്യനെ കാണാറുണ്ട്. അങ്ങനെ ഒരാളെ എൻകറേജ് ചെയ്യാനുള്ള കാരണം എന്താ? യാതൊരു അസൂയയും ഇല്ലാതെ, യാതൊരു ഒരു ഇച്ഛയും കൂടാതെ. എൻ്റെ സാഹചര്യം, എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു. ഒന്നുമില്ലാത്തവനായിട്ട്, വെറും കൈയായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട PM ഫിലിപ്പ് സാറിൻ്റെ വീട്ടിൽ ചെന്നു. എൻ്റെ സ്റ്റോറി പറഞ്ഞു. അത് എന്നെ കെട്ടിപ്പിടിച്ചു. മോനെ, എനിക്ക് ഗ്ലോറിയും ഫിന്നിയും കൊച്ചുമോനും മാത്രമല്ല മക്കൾ, കോശിക്കുഞ്ഞെ നീയും എൻ്റെ മോനാ എന്ന് പറഞ്ഞ് എന്നെ ആലിംഗനം ചെയ്ത് ഈ 14 വയസ്സുള്ള ചെറുക്കനെ അദ്ദേഹം പ്രസംഗിക്കേണ്ട സ്റ്റേജുകളിൽ കയറ്റി നിർത്തി പ്രസംഗിപ്പിക്കാൻ കാണിച്ച മഹാമനസ്കത. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. നമ്മുടെ കർത്താവ് എന്താ കാണിച്ചേ? കർത്താവ് എന്താ ചെയ്തേ? ഇന്നത്തെ നേതാക്കന്മാർ പലരും, ക്ഷമിക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വലിയ ആൽവൃക്ഷം കാണാം, ബിനിയൻ ട്രീ എന്നതിന് പറയുന്നത്. അതിൻ്റെ ചുവട്ടിൽ ഒരു കൊച്ചു പുല്ല് പോലും വളരാൻ വളരത്തില്ല. എന്നാൽ അതിനോട് ചേർന്ന് തന്നെയാണ് ബനാന പ്ലാന്റ്. അത് വളരും. അതിനെ ശുശ്രൂഷിക്കുന്ന കൃഷിക്കാരന് അവസാനം അതിൻ്റെ തല കൊടുക്കും. ആ കൊല വെട്ടിക്കൊണ്ട് അദ്ദേഹം പോകുമ്പോൾ ചുവട്ടിലേക്ക് നോക്കൂ, 10 വേറെ വാഴ തൈകൾ ഉയർന്നു നിൽപ്പുണ്ട്. അടുത്ത കൃഷിയിൽ അടുത്ത വർഷം 10 എണ്ണത്തിൽ നിന്നാണ് തല വെട്ടുന്നത്. ഇന്നത്തെ പലരും തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച്, തങ്ങൾക്ക് വേണ്ടി ഉള്ള രാജ്യം സ്ഥാപിച്ച്, തങ്ങൾക്ക് വേണ്ടിയുള്ള ആ കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുത്താൻ നോക്കുമ്പോൾ അടുത്തൊരു തലമുറ വേണമെന്ന് പൗലോസ്ലീഹ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, തൻ്റെ ദീപം അണയാൻ പോകുക, തൻ്റെ ദീപം കെടാൻ പോകുക. നല്ല പൊറുപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി അർപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. എൻ്റെ മകനെ തിമത്യോസേ, എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച ആ കൃപാവരം ജ്വലിപ്പിക്കണം. നീ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെ നിൻ്റെ അകത്ത് ദൈവം പകർന്നിരിക്കുക. നീ അത്തി ഓളിക്കത്തിച്ച് നിൽക്കണം. ഓരോ നേതാക്കന്മാർക്കും പുറകിൽ ആ ദീപം ഉയർത്താൻ ആളുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഉള്ള ആവേശം, എൻ്റെ അടുക്കലേക്ക് വന്ന ചിലരെയെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റണമെന്നുള്ള. അവർ പ്രസംഗിക്കുന്ന കാണുമ്പോൾ എനിക്ക് ആവേശമായി, അവർ പ്രസംഗിക്കുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ ദൈവം എനിക്ക് തന്ന ആ വലിയ സന്തോഷത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി പേരെ ആ വിധത്തിൽ കൈപിടിച്ചുയർത്താൻ കർത്താവ് എനിക്ക് കൃപ വന്നിട്ടുണ്ട്. ഓക്കെ, അനേക വലിയ ദൈവദാസന്മാരുടെ കൂടെ വർക്ക് ചെയ്യുവാനും അവരോടൊത്തിരി ഇടപെടുവാനും കഴിഞ്ഞു പഴയ തലമുറയിൽ. പ്രത്യേകിച്ചും പാസ്റ്റർ PM ഫിലിപ്പ്, മേരി കോവൂർ, കാനം അച്ഛൻ, അങ്ങനെയുള്ള അനേക ദൈവദാസൻ. അവരുടെ ഉള്ള ജീവിതവും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നിടത്തും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമുക്ക് കൈമോശം വന്നതായിട്ട് തോന്നാറുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ 2 തലമുറകളുടെ നടുവിൽ നിൽക്കുക. ഞാൻ
ഞാൻ ഏറ്റവും അധികം സഹകരിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള, കൂടെ നടന്നിട്ടുള്ള ഒക്കെ പ്രായമുള്ള ദൈവദാസന്മാരാണ്. പാസ്റ്റർ കെ എബ്രഹാം തുടങ്ങി താഴോട്ട്, ടി ജി ഉമ്മച്ചൻ പാസ്റ്റർ, സി കെ ദാനിയൽ പാസ്റ്റർ, സി കെ ജോർജ് പാസ്റ്റർ, പാസ്റ്റർ പി ഡി ജോൺസന് തുടങ്ങിയുള്ള പ്രായമുള്ള ദൈവദാസന്മാരുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചു. ഇപ്പോഴത്തെ തലമുറയിൽ ഇപ്പോഴത്തെ പാസ്റ്റർമാരോടൊപ്പം നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അപ്പം അന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അന്നത്തെ തലമുറ കർത്താവിന് വേണ്ടി ഏതുമായി തീരാൻ തയ്യാറുള്ളവരായിരുന്നു. കാരണം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അവർക്കൊരു വലിയ ദർശനം ഉണ്ടായിരുന്നു. ഇവിടെ അല്ല എൻ്റെ രാജ്യം, ഇവിടെ അല്ല എൻ്റെ സിംഹാസനം, ഇവിടെ അല്ല എനിക്കിരിക്കേണ്ടത്, ഇത് താൽക്കാലിക ഒരു നിത്യതയുണ്ട്, അവിടേക്കാണ് ഞാൻ ആളുകളെ ഒരുക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, 70കളുടെ ആരംഭം, 73 തോന്നുന്നു, പാസ്റ്റർ കെ എബ്രഹാം സാറ് നിദ്ര കൊള്ളുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം കുമ്പനാട് കൺവെൻഷനിൽ നിൽക്കുന്ന ആ കാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പാട്ട് നമുക്ക് പാടാവുന്നു. ആ പാട്ട് പാടാൻ തുടങ്ങി ഇങ്ങനെയാണ്: എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്നുള്ള ആ പാട്ടാണ്. പ്രിയനിനി എനിക്കേകും ദിനമൊക്കെയും ആ സുവിശേഷത്തിൻ്റെ കൊടി ഉയർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ പരശില്പിയായി നിർമ്മിച്ച ആ പാർപ്പിടത്തിൽ പോകാനുള്ള ആർത്തിയെക്കുറിച്ച് ഭയങ്കര ആവലോടെ സാധാരണയിൽ കവിഞ്ഞ് പല പ്രാവശ്യം അത് ആവർത്തിച്ച് പാടി. അപ്പോഴെനിക്ക് തോന്നി, ഹിസ് ടൈം ഈസ് വെരി ക്ലോസ്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ടപ്പോഴും അങ്ങ് പോകാൻ, ഇപ്പം തന്നെ പോകാനുള്ള ഒരാവേശം പോലെയാണ് അദ്ദേഹം പാടിയത്. അന്നുള്ള ദൈവദാസന്മാർക്കെല്ലാം അതായിരുന്നു ആഗ്രഹം. ഇന്നുള്ളവർ കർത്താവ് വരുന്നെന്ന് പ്രസംഗിച്ച് കഴിയുമ്പോഴും ഇരിക്കുമ്പോൾ, കർത്താവേ ചാടിക്കേറിയൊന്നും വരില്ല. ഇപ്പം ഐ ഹാവ് ഓൾസോ എ ഡ്രീം, എനിക്ക് കൊണ്ടൊരു സ്വപ്നം, an അമേരിക്കൻ ഡ്രീം, an ഓസ്ട്രേലിയൻ ഡ്രീം, UK ഡ്രീം ഒക്കെ ഒത്തിരി ഡ്രീം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ ഈ പ്രസംഗിക്കുന്നതെന്ന് തോന്നാറുണ്ട്. അതാ വ്യത്യാസം. ഓക്കെ. വേറൊരു കാര്യം, പാസ്റ്റർ കോശുവൈദ്യനെ പറ്റി പലരോട് സംസാരിക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെന്ന് ക്രിസ്ത്യൻ വേൾഡിൽ. ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷയുടെ ശുഷ്കാന്തിയിൽ ഉള്ള ഒരാളിനെ അത്ര ഉപയോഗിച്ചിട്ടില്ല എന്നും പലയിടത്തും ഡെലിബറേറ്റ്ലി പാസ്റ്ററെ മാറ്റി നിർത്തിയെന്നും ഒക്കെ പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിനകത്ത് വിഷമം തോന്നിയിട്ടുണ്ടോ? നെവർ. നമ്മളെ അവരാരും ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു സ്ഥാനത്ത് നമ്മെ മാറ്റി നിർത്തുമ്പം മറുസ്ഥാനത്ത് നമ്മളെ സ്വീകരിക്കാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ശുശ്രൂഷാ മണ്ഡലങ്ങളിലേക്ക് കയറി ചെല്ലാൻ പറ്റും. ആവേശമുണ്ടെങ്കിൽ, തീ അകത്തുണ്ടെങ്കിൽ ആർക്കും അണിക്കാൻ പറ്റത്തില്ല, ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാനുള്ള ബലം എൻ്റെ കർത്താവ് തരുമ്പോൾ അവിടെ പോയി ഞാൻ പ്രവർത്തിക്കും. ചില സ്റ്റേജുകളെല്ലാം തടഞ്ഞു നിർത്താൻ പറ്റുമോ? ആ സ്റ്റേജുകൾ പലരും തടഞ്ഞു നിർത്തുന്നെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ആ സ്റ്റേജ് പടുത്തുയർത്തുന്നതിന് പിന്നിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. സാമ്പത്തികമായ ആവശ്യമുണ്ട്, പല കാര്യമുണ്ട്. ആ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഞാൻ സഹായിച്ചില്ല, എന്നെ കയറ്റി നിർത്താൻ പറ്റത്തില്ല. സഹായിക്കുന്നവരെ മാത്രമേ സാമ്പത്തികമായി സഹായിക്കുന്നു. ഇന്നത്തെ പല സ്റ്റേജുകളും അങ്ങോട്ട് പണം കൊടുത്ത് വാങ്ങിക്കുന്ന സ്റ്റേജുകളാണ്. അതിൻ്റെ ഗുണവും നമുക്ക് കാണാം. എന്നാൽ ദൈവം തരുന്ന സ്റ്റേജിൽ കയറി നിൽക്കുക, ദൈവം നൽകുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് നോക്ക്, നിലനിൽക്കുന്ന ഫലം ഉണ്ടാകും. അവിടെയാണ് നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചല്ലോ മുമ്പേ ഒരു കാര്യം ഞാൻ പറഞ്ഞു, കോടിക്കണക്കിന്
ചെലവ് ചെയ്തുണ്ടാക്കുന്ന കോൺഫറൻസുകളിൽ, കൺവെൻഷനുകളിൽ എത്ര പേര് സ്നാനപ്പെടും? എത്ര പേര് സ്നാനപ്പെടും? എന്നാൽ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് നമ്മൾ ശുശ്രൂഷിക്കുമ്പം താണ്ട വരുന്നൊരു പുതിയ ശുശ്രൂഷകൻ, എടാ നിന്നെ കർത്താവ് തൻ്റെ വിലയ്ക്കായി കണ്ടിരിക്കുക. 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തേച്ച് പറയും, നിന്നെ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടിയുള്ളതാ. തള്ളയോടും തന്തയോടും പറയും, ഇവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാ, വളർത്തിക്കോണം. ഇന്ന് എത്ര പേരെങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ആളി കത്തുന്ന ഞാൻ കാണുന്നുണ്ട്. അതെനിക്ക് സന്തോഷം തരും. ഇവിടുത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ 10 സ്റ്റേജുകൾ ഞാൻ വേറെ പോകും, അവിടെ പ്രവർത്തിക്കാം. അതുകൊണ്ട് എനിക്ക് സ്റ്റേജ് കയറാത്തവരോടൊന്നും ഒരു പ്രയാസമില്ല. എന്നെ തടഞ്ഞു നിർത്തിയ സ്റ്റേജിൽ എൻ്റെ സ്റ്റുഡൻസ് കയറിയെന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പം എനിക്ക് ആവേശം കൂടും. ഏതെങ്കിലും സ്റ്റേജ് ആരെങ്കിലും എനിക്ക് തടഞ്ഞാൽ ആ സ്റ്റേജിൽ തന്നെ എൻ്റെ സ്റ്റുഡൻറ്റ് കയറിയെന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കാണും. അതുകൊണ്ട് എനിക്കതിൽ ഒരു പ്രയാസമില്ല. ഓക്കെ. പലപ്പോഴും പാസ്റ്റർ കോശി വൈദ്യൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, അത് വളരെ വേദനയോടാണ് പറയുന്നത്, 3-ാം തലമുറ മുടിക്കും എന്നുള്ളൊരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം? എന്താണ് ആത്മീയമായ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ ലിറ്ററലായിട്ട് ഭൗതികമായിട്ടുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ സമ്പന്നന്മാരായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് സമ്പന്നന്മാരായത്? അവരെ എല്ലൊടിഞ്ഞ് പണിഞ്ഞ് ഉണ്ടാക്കിയ സമ്പത്താണ്, വിയർപ്പ് ചിന്തി ഉണ്ടാക്കിയ സമ്പത്താണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണ്. അല്ലാതെ പാരമ്പര്യമായി കിട്ടിയവരുണ്ട്, അത് വേറെ. ഞാൻ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്ത്. അന്ന് അവരുടെ താല്പര്യം ഞാൻ അനുഭവിക്കുന്നതോടൊപ്പം എൻ്റെ തലമുറകൾ ഇതനുഭവിക്കണം, അങ്ങനെയാണ് അവരത് ശേഖരിച്ചു വെച്ചേ. എന്നാൽ 1-ാം തലമുറ അങ്ങനെ കഷ്ടപ്പെട്ട് വിയർപ്പ് ചിന്തി രക്തം ചിന്തി ഉണ്ടാക്കി വച്ച സമ്പത്ത് അത് കണ്ടുകൊണ്ട് വരുന്ന 2-ാം തലമുറ, അവനറിയാം എൻ്റെ അപ്പൻ കൊടുത്ത വില, എൻ്റെ അപ്പൻ ഇതിനു വേണ്ടി കൊടുത്ത വില അവനറിയാം. അതുകൊണ്ട് അവൻ സൂക്ഷിച്ച് അത് കഴിക്കാൻ തുടങ്ങും. പക്ഷേ എത്ര നാൾ കഴിക്കും? അവന് ഇരുന്ന് കഴിക്കുക. അത് കണ്ടുകൊണ്ടാണ് 3-ാം തലമുറ വരുന്നത്. 3-ാം തലമുറ 1-ാം തലമുറയുടെ കഷ്ടം കണ്ടില്ല. ചുമ്മാതെ കുത്തിയിരുന്ന് കസേരയിലിരുന്ന് തിന്നുന്ന അപ്പനെയാണ് കണ്ടേ. ഈ അപ്പനെ കണ്ടുകൊണ്ട് വന്നിട്ട് യവൻ തിന്നാൻ തുടങ്ങുമ്പം കുത്തിയിരുന്ന് അതേ കസേരയിരുന്ന് തിന്നാൻ തുടങ്ങും. എത്ര നാൾ തിന്നും? ഇത് 3-ാം തലമുറയല്ലേ, അപ്പോൾ ഒത്തിരി തീർന്നു. അതുകൊണ്ട് പതുക്കെ അവൻ കുറച്ചൊക്കെ വിറ്റ് തിന്നാൻ തുടങ്ങും. അവൻ്റെ തലമുറ വരുന്നുണ്ട്, 4-ാം തലമുറ. ഈ 4-ാം തലമുറ കാണുന്നത് വിറ്റ് തിന്നുന്ന അപ്പനെയാണ്. അവൻ തുടങ്ങുന്നത് വിറ്റ. പക്ഷെ അങ്ങനെ എത്ര നാൾ വിൽക്കും? അവസാനം അവന് എല്ലാം വിറ്റ് നിന്നിട്ട് കുടുംബം കൂടെ വിൽക്കേണ്ടി വരും. അതാ നടക്കലിളക്കുന്നേ. ഇത് തന്നെ ആത്മീയകോളത്തിൽ വന്നേ. ഇന്ന് ഞങ്ങളുടെ പ്രയാസവും അതാ. വില കൊടുത്തൊരു തലമുറയുണ്ട്. എൻ്റെ സ്വന്തം അനുഭവം, ഇതിനു വേണ്ടി ഞാൻ വില കൊടുത്തതാ, സ്വന്തം ഭവനത്തെ വിട്ടതാ, പിതാവിൻ്റെ അവകാശം വേണ്ടെന്ന് വെച്ചതാ, അങ്ങനെ ഇറങ്ങി വന്ന. എന്നാൽ 2-ാം തലമുറ ഇതൊക്കെ കണ്ട് അവർ വരുമ്പോൾ പണ്ട് പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടതാ, മുടക്ക് കൽപ്പന കിട്ടിയതാ. എന്നാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പം അപ്പൻ അധ്വാനിച്ചൊരു സഭയൊക്കെ ഉണ്ട്. ആ സഭയിലേക്ക് വന്ന് ഇവിടെ എൻ്റെ അപ്പനുണ്ടാക്കിയതാണ് ഈ സഭ. അപ്പൻ സെക്രട്ടറി സ്ഥാനം എനിക്കാ, അല്ല ഖജാൻജി സ്ഥാനം. അങ്ങനെ അവൻ കസേരയിൽ ഇരിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അവൻ്റെ ഈ കസേരയിൽ ഇരിക്കണമെങ്കിൽ ഇച്ചിരിയൊക്കെ അടി വേണം, ഇച്ചിരിയൊക്കെ വിൽക്കണം, പ്രശ്നങ്ങൾ വേണം. ഇത് കഴിഞ്ഞാൽ 3-ാം തലമുറ വരുന്നേ. ഈ കോൺഫറൻസിലൊക്കെ കയറി ചിലർ നിന്ന് നെഞ്ചത്തടിച്ചോണ്ട് പെന്തക്കോസ്തിൻ്റെ 3-ാം തലമുറയാണ് ഞാനെന്ന് പറയുമ്പം എൻ്റെ വലിയപ്പൻ പറഞ്ഞത് ഞാൻ ഓർക്കും. നീയാ ഇത് മുടിക്കുന്നേ, നീയാ ഈ പെന്തക്കോസ്തിൻ്റെ ശക്തിയെ തകർക്കുന്നേ. ഇന്ന് 4-ാം തലമുറ നടക്കള്ളൽക്കുക. പലയിടത്തും പെന്തക്കോസ് എന്ന് പറയാൻ
വിഷമോ. ഒരു കാലത്ത് പെന്തിക്കോസുകാരൻ, ഈ പെന്തിക്കോസ് എങ്ങനെ വളർന്നേ? 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ വലിയ പള്ളിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയത്. കൊച്ച് ആ ഓല ഷെഡിലേക്കാ. പക്ഷെ അങ്ങോട്ട് പോയതിന് കാരണം അവിടെ മണിയടിയും അവിടുത്തെ പുകയും ഒന്നും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന ഞാൻ കണ്ടു, ദൈവമഹത്വം ഇറങ്ങുന്ന ഞാൻ കണ്ടു, ചങ്ങലയിൽ കെട്ടിയിട്ട ഭ്രാന്തനെ അഴിച്ചുവിടുന്ന ഞാൻ കണ്ടു. അങ്ങനത്തെ ആരാധനയായിരുന്നു പെന്തിക്കോസിനുണ്ടായിരുന്നത്. പെന്തിക്കോസ് വളർന്നത് സെമിനാരി ഉണ്ടായിരുന്നുകൊണ്ടും സെമിത്തേരി ഉണ്ടായിരുന്നുകൊണ്ടും സാങ്ച്വറി ഉണ്ടായിരുന്നുകൊണ്ടല്ല. നമുക്കിന്ന് ശവക്കുഴികളില്ലായിരുന്നു, ശവക്കല്ലറകളില്ലായിരുന്നു, നമുക്ക് വലിയ സെമിനാരികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ദൈവകൃപ പ്രാപിച്ച ദൈവഭക്തരുണ്ടായിരുന്നു. പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ അന്നേരം വിട്ടുപോകുന്ന അനുഭവം ഉണ്ടായിരുന്നു. രോഗിയോട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേൽക്കുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെന്തിക്കോസ് വളർന്നത്. നമുക്ക് സെമിനാരിയുണ്ട്, സെമിത്തേരിയുണ്ട്, സാങ്ച്വറിയുണ്ട്. പക്ഷേ പണ്ട് അക്വിനാസിനോട് പോപ്പ് പറഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ആ ഗതികേടില്ല, പത്രോസ് പറഞ്ഞ പോലെയുള്ള ഗതികേടില്ല, നമുക്ക് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞപ്പം തിരുമനസ്സേ നമുക്ക് എഴുന്നേറ്റ് നടക്കാമെന്നും പറയണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ 4ാം തലമുറ മാറണം, 1ാം തലമുറയുടെ അനുഭവത്തിലേക്ക് വരണം. പൗലോസ് പറഞ്ഞ പോലെ ഈ അകത്തുള്ള അത്തി കെട്ടുപോകാൻ പോവാ, അത് അണയരുത്. നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. നിന്നിൽ അല്പമെങ്കിലും പെന്തിക്കോസിൻ്റെ അഗ്നി ഉണ്ടെങ്കിൽ അത് കെട്ടുപോകാതെ ഊതിപോയി പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ യേശു കർത്താവ് ആ നവീകരണ സഭയോട് പറഞ്ഞ പോലെ നിനക്ക് നല്ല റെപ്യൂട്ടേഷനുണ്ട്, നിനക്ക് നല്ല പേരുണ്ട്, പക്ഷേ ഒരു കുഴപ്പം റെപ്യൂട്ടേഷനേ ഉള്ളൂ, റിയാലിറ്റി ഇല്ല. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ച അവസ്ഥയില്ല, ചാവാറായിരിക്കുക എന്ന ഒരു ചെറിയ ശേഷിപ്പുണ്ട്. ഇനി ഹോപ്പുണ്ട്, ഇനിയും പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? റിമെമ്പർ, റിപ്പന്റ്, റിട്ടേൺ. നിന്റെ പിതാക്കന്മാർ ഇതിന് കൊടുത്ത വില, നീ വന്നപ്പോഴുണ്ടായിരുന്ന നിനക്ക് ലഭിച്ച ആ അനുഭവം, അതൊക്കെ ഒന്ന് ഓർക്ക്. നിന്നെ ദൈവം സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ വലിപ്പമൊന്ന് ഓർക്ക്. യേശു നിന്നെ ഈ കൃപയിലേക്ക് കൊണ്ടുവരാൻ നിന്റെ പുറകെ നടന്ന് നിന്നെ സ്വാധീനിച്ച അതൊന്ന് ഓർക്ക്. നീ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് വീണപ്പോൾ നിനക്കുണ്ടായ ആവേശം അതൊന്ന് ഓർക്ക്. റിമെമ്പർ. എന്നിട്ട് എവിടെയാ താഴ്ച പറ്റിയത്, എവിടുന്നാ വീണത്, എവിടെയാ പരാജയപ്പെട്ടത്, അതിനെ ഓർത്ത് റിപ്പന്റ് ചെയ്യുക, എന്നിട്ട് മടങ്ങി വാ, ആദ്യത്തെ അനുഭവത്തിലേക്ക് വാ. ആദ്യ സഭയോട് കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അത് പുതുപ്പിക്കാം. വി ക്യാൻ റിന്യൂ അവർ ലവ്. കർത്താവിനുള്ള സ്നേഹത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും, മടങ്ങി വരാൻ കഴിയും. അതുകൊണ്ട് സ്റ്റിൽ ദെയർ ഈസ് ഹോപ്പ്. എല്ലാം തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്ത്യകാലത്തെത്തിയിരിക്കുന്ന നമുക്കുകൊണ്ടൊരു പ്രോമിസ്. അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ സർവ്വജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. കർത്താവിൻ്റെ വരവിന് മുൻപേ ദൈവസഭയ്ക്കൊരു ഉദ്ധാരണമുണ്ടെന്ന്, ദൈവസഭയ്ക്കൊരു ഉണർവുണ്ടെന്ന്, ഒരു പുതിയ പെന്തിക്കോസിൻ്റെ അനുഭവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കർത്താവിൻ്റെ വരവിന് മുമ്പേ ഒരുക്കത്തോടെ നിൽക്കുന്ന, പാത്രങ്ങളിൽ എണ്ണ നിറച്ച് നിൽക്കുന്ന ഒരു കന്യക, കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാതെ തേജസ്സോടെ അവൻ്റെ മുൻപിൽ നിൽക്കാൻ തങ്ങളെ തന്നെ ഒരുക്കുന്ന ഒരു ജനമായിട്ട് നമ്മൾ മാറും എന്നെനിക്ക് പ്രത്യാശയുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഒരു വശത്ത് അതേ വേദനയും കഷ്ടങ്ങളും സങ്കടമുണ്ടെങ്കിലും മറുവശത്ത് കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതുകൊണ്ട് ദൈവസഭയ്ക്ക് പാടെ ഒരു വ്യത്യാസം വരും. ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. നമ്മൾ സന്തോഷിക്കും, നമ്മൾ ആനന്ദിക്കും. ഒരു ദിവസം
തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടപ്പെട്ട പശുക്കിടാക്കളെപ്പോലെ നാം തുള്ളിച്ചാടി സന്തോഷിച്ച് നമ്മുടെ മണവാളനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. അതിന് ഈ സഭയെ കർത്താവ് രൂപാന്തരപ്പെടുത്തും എന്നെനിക്ക് ശരിക്കും ഉറപ്പുണ്ട്. പാസ്റ്റർ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശരീരത്തിൽ ഒത്തിരി വേദനകളും രോഗങ്ങളും അനുഭവിച്ചു. ആ അനുഭവിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വിടുതലും അനുഭവിച്ചു, ഒരു അത്ഭുതവും അനുഭവിച്ചു. ഒന്ന് വിശദീകരിക്കാമോ പാസ്റ്റർ? അല്പസമയത്തിനുള്ളിൽ അത് വിവരിക്കാൻ പ്രയാസ എങ്കിലും കൃത്യം 7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അത് വളരെ കഷ്ടത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ഒത്തിരി മറ്റുള്ളവരെ പോലെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു മാർച്ച് മാസം 11-ാം തീയതി ആരാധനയ്ക്ക് ഞാൻ അതുവരെ ഓക്സിജൻ സിലിണ്ടറുമായിട്ടൊക്കെ പോകുമായിരുന്നു. എന്നാൽ അന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരാൻ പറ്റുന്നില്ല, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഫാമിലിയായിട്ട് കൂടെ വന്നു. എന്നെ കണ്ട ഉടൻ തന്നെ അവരെന്നെ വണ്ടിയിലേക്ക് കയറ്റി നേരെ ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ എനിക്ക് 25 ലിറ്റർ ഓക്സിജൻ തന്നു. അവിടെ അഡ്മിറ്റായി. ഏപ്രിൽ മാസം 4-ാം തീയതി എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുകയാണ്. കാരണം 65 ലിറ്റർ ഓക്സിജൻ കൊണ്ടും എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്നായി. അങ്ങനെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുകയാണ്. ചുരുക്കി പറയട്ടെ, വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി. മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കോൾ വന്നു, ഓർഗൻ ഈസ് റെഡി, കം ആൻഡ് ഹാർവെസ്റ്റ് ഇറ്റ്. ഹെലികോപ്റ്റർ പോയി ഓർഗനുമായിട്ട് മടങ്ങി വന്നു. ഏപ്രിൽ മാസം 5-ാം തീയതി എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. സാധാരണ ലങ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ സക്സസ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ കുറഞ്ഞതൊരു മാസമെങ്കിലും എടുക്കും. പിന്നെ തെറാപ്പിക്കോ അതിനൊക്കെ ആയിട്ട് പോകണം. പലരും നഴ്സുമാരും ഒക്കെ വീട്ടിൽ വരികയും നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ 7-ാമത്തെ ദിവസം ഐ വാസ് റെഡി ടു ഗോ ഹോം. 8-ാമത്തെ ദിവസം ഞാൻ പോകാൻ പോവാ. ഡോക്ടർമാരെല്ലാം കൂടെ അടുത്ത് വന്നു. 8 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ടീമിൽ. യോയിഡോ എന്ന് പറയുന്ന ജപ്പാൻകാരനും നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു കൃഷ്ണമൂർത്തിയും പിന്നെ ഇവിടുത്തുകാരന് ഒരു ചെറുപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഡോക്ടർ തിമത്തിയും ഫ്രാൻസിസ് കൊഡോവയും അങ്ങനെ ഒരു 8 ഡോക്ടേഴ്സ് വളരെ സന്തോഷത്തോടെ, കാരണം അവരൊത്തിരി അത്ഭുതങ്ങൾ അതിൻ്റെ ഇടയിൽ കണ്ടു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ വന്ന് എന്നെ യാത്ര അയക്കാൻ നിൽക്കുക. അവരെനിക്ക് ഒത്തിരി നിർദ്ദേശങ്ങൾ തന്നു. ആ നിർദ്ദേശങ്ങളിൽ 1-ാമത്തെ നിർദ്ദേശം, പാസ്റ്റർ, forget about your preaching. You are not supposed to preach anymore. ഞാൻ സന്തോഷമായിട്ട് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, താങ്ക് യു ഫോർ യുവർ സർവീസസ്, ബട്ട് ഐ വാണ്ട് ടു സേ സംതിങ് ടു യു. ഐ നീഡ് 20 minutes to preach to you. You said I'm not supposed to preach. I will not leave from this place without preaching. I need 20 minutes. Suddenly, Dr. Timothy told me, you can take 25 minutes. And I took 25 minutes and all these 8 doctors stood there and I gave my testimony. I gave some advice. And what is the result? Even today, if a new patient for transplant comes to Temple University, the doctors suggest my name. If you can call Pastor Koshi Vaidyan, Thomas Koshi Vaidyan, he will advise you. He will encourage you for this procedure. Most of the nurses and respiratory workers are from our churches in Philadelphia. So they tell me, this is what happens today. So most of the time, many people call me and I encourage them how to face it. So that was also for God's glory. ഏത് കഷ്ടതയെ ഏത് പ്രതിസന്ധിയും വന്നാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വാക്യമുണ്ടല്ലോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കാക്കി
കൂട്ടി ഇണക്കി രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗീയ എഞ്ചിനീയറാണ്. ബിലീവ് ഇൻ ഹിം. ഹി വിൽ ഡു മിറക്കിൾസ് ഫോർ യു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. ഇത്രയും വിലപ്പെട്ട സമയങ്ങൾ നൽകി അനേക അനുഭവങ്ങളെ ജീവിതത്തിൽ നിന്ന് പങ്കിട്ടതിന് വളരെ നന്ദി. ദൈവം പിന്നെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. ഇറ്റ് വാസ് മൈ ഗ്രേറ്റ് പ്ലഷർ. ആൻഡ് ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന് ഞാനും ഹൃദയംഗമായ എൻ്റെ നന്ദി പറയുന്നു. താങ്ക് യു.